കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ CBIക്ക് അനുമതി. നടന്നത് അതിക്രൂര കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശം. കേസുമായി ബന്ധപ്പെട്ട് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായ 4ാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്. തല, മുഖം, കഴുത്ത്, കൈകൾ, സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി 14ലേറെ മുറിവുകൾ. കൈകൊണ്ട് കഴുത്ത് ഞെരിച്ചതാണ് മരണകാരണം. ശ്വാസകോശത്തിൽ രക്തസ്രാവമുണ്ടായി. ശരീരത്തിൽ പലയിടത്തും രക്തം കട്ടപിടിച്ചിരുന്നു. ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധന നടത്താൻ CBIക്ക് കോടതിയിൽ നിന്നും അനുമതി ലഭിച്ചു. സഞ്ജയ് റോയ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് മാതാവ് മാൽത്തി റോയ് 24നോട് പറഞ്ഞു. हमको ऐसा लग रहा नहीं, अब कोई लगाया तो कहा जाने, वही जानेगा. सांप से मिल के रहता रहा, किसी से झगड़ा लड़ाई कुछ नहीं. क्या बोलेंगे, हमको तो कुछ पता नहीं है. കേസിൽ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ഇന്നും ചോദ്യം ചെയ്യുകയാണ്. TMC നേതാവ് കുനാൽ ഘോഷും തെളിവുകൾ നൽകാൻ CBIക്ക് മുന്നിലെത്തി. CBI സംഘം കൊല്ലപ്പെട്ട ഡോക്ടറുടെ വീട് സന്ദർശിച്ചു. ആശുപത്രി ആക്രമണത്തിൽ 37 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുന്നയിച്ച ഒരു കോളേജ് വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 7 SFI DYFI നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് അയച്ചു. കഴിഞ്ഞ ദിവസം പോലീസ് നോട്ടീസ് ലഭിച്ച TMC MP സുഖേന്ദു ശേഖർ റോയ് സംരക്ഷണം തേടി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. തുടർച്ചയായി 5ാം ദിവസവും CBI RGKR മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട്. അതേസമയം പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സമരവേദിയിലെത്തിയത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഊർജം നൽകിയിട്ടുണ്ട്. RGKR മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.